രണ്ടാളുകൾ തമ്മിൽ ഷണ്ട കൂടുകയും ഒരാൾ അപരനെ കൊല്ലുകയും ചെയ്താൽ, കാമം മൂത്ത് വഴിയെ പോകുന്ന പെൺകുട്ടിയെ ഒരുവൻ പീഡിപ്പിച്ചാൽ, മസ്ജിദുകളിലും ക്രിസ്ത്യൻ പള്ളികളിലും ഹൈന്ദവ ദേവാലയങ്ങളിലും മറ്റു ആരാധനാലയങ്ങളിലും അധികാരത്തിന് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്കോ വടംവലിയും സംഘർഷങ്ങളും ഉണ്ടായാൽ, പ്രളയം വന്നാൽ, പകർച്ചവ്യാധി വന്നാൽ, എന്തിനേറെ കാറ്റും കോളും വന്ന് വല്ല മരവും കടപുഴകി വീണപ്പോൾ ലൈനിൻ്റെ മുകളിലൂടെ ആയതിനാൽ കരണ്ട് പോയാൽ പോലും സർക്കാരിൻ്റെയും ഭരണത്തലവൻ്റെയും തലയിൽ ഉത്തരവാദിത്വം കെട്ടിവെക്കുന്നതിലെ ഔചിത്യം ഇനിയും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ പിന്നെ കൂറ്റമ്പാറ ഉസ്താദ് ഒന്നാം പിണറായി സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് ചില അപദാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാർ 5 കൊല്ലം പൂർത്തിയാക്കുമ്പോൾ ഒരു പള്ളിയിലും ഒരു മദ്രസയിലും പ്രശ്നങ്ങളുണ്ടായില്ല എന്നത് അദ്ദേഹത്തിൻ്റെ ഭരണമികവിൻ്റെ ഒരു ഉദാഹരണമായി കൂറ്റമ്പാറ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നത് വിശദീകരിക്കേണ്ടത് അദ്ദേഹമാണെങ്കിലും, അദ്ദേഹം നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരംഗമെന്ന നിലയിൽ എനിക്ക് മനസ്സിലായ കാര്യം, നിങ്ങൾ അവരെ അങ്ങ് കൈകാര്യം ചെയ്തോളി, ഒരു പേടിയും പേടിക്കണ്ട, നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട്. നിങ്ങൾക്കൊരു പ്രശ്നം വന്നിട്ട് നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നിയമസഭയിൽ ഞങ്ങൾ 19 MLA ഇരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാക്കാൻ പ്രചോദനം നൽകുന്ന MLAയെ നാം കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ സമ്മേളനം കഴിഞ്ഞു പോയാൽ കാന്തപുരം വിഭാഗത്തിനെ നിങ്ങൾ മഹല്ലിൽ നിന്ന് ബഹിഷ്കരിക്കണം, അവരെ അഡ്രസ്സ് തന്നെ ഇല്ലാതെയാക്കണം, അവരെ മഹല്ലിൽ നിന്ന് പുറത്താക്കി പടിയടച്ച് പിണ്ടം വെക്കണം എന്ന് പരസ്യമായി ഒരു സമ്മേളനത്തിൽ പറയാനുള്ള ധൈര്യം ഒരുത്തന് നൽകിയത് ലീഗിന് സ്വാധീനമുള്ള ഭരണ സംവിധാനത്തിലുള്ള അമിതമായ വിശ്വാസവും സ്വാധീനവുമാണ്. ഇങ്ങനെ അധികാരങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് മഹല്ലുകളിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് UDF ഭരിക്കുന്ന സമയത്തായിരുന്നു. ആ UDF സംവിധാനത്തിലെ 2ാം പ്രബല കക്ഷിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ആവട്ടെ EK വിഭാഗം സുന്നികളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന വിഭാഗവും ആണ്. ആ ധൈര്യത്തിലാണ് അവർ ഓരോ മഹല്ലുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതുദ്ദേശിച്ചുകൊണ്ടാണ് കൂറ്റമ്പാറ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു, LDF ഭരണം നിലവിൽ വന്നു, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആവുകയും ചെയ്തു. 5 കൊല്ലം പൂർത്തിയായി. അതിനിടയിൽ എവിടെയും ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് നേരത്തെ UDF സർക്കാരിനെ അവരുടെ അധികാര സംവിധാനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞതുപോലെ പിണറായി സർക്കാരിനെ സ്വാധീനിച്ചുകൊണ്ട് മഹല്ലുകളിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ ഈ വിഭാഗത്തിന് കഴിഞ്ഞില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. അല്ലാതെ